കഴിഞ്ഞ ദിവസം എന്നോടൊരു കുട്ടി വിളിച്ചോട്ട് ചോദിച്ചു, പിന്നെ ഇതിപ്പോൾ എഐൻ്റെ കാലമാണല്ലോ, അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പം എഐയിലൊരു കോഴ്സ് ചെയ്താലോ എന്നുള്ളതിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ഏതാണ് നല്ല കോഴ്സ്, എവിടെയാണ് പഠിക്കുക എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കുട്ടിനോട് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, മീൻസ് എ ഐ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, പക്ഷേ എന്താണ് ഓരോ കുട്ടികൾക്കും ആപ്റ്റായിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് ഒന്നാമത്തേത് വരുമ്പോൾ ഇപ്പോൾ ചില കുട്ടികൾക്ക് ഓരോ കുട്ടികളുടെ സ്കിൽ സെറ്റും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ചില കുട്ടികൾക്ക് മീൻസ് AI ടൂൾസ് ആയിട്ടുള്ള ChatGPT, ജെമിനി, ക്യാൻവ പോലത്തെ ടൂൾസുകളിൽ മാസ്റ്റർ ആവാനായിരിക്കും, അതിൽ കുറച്ചും കൂടി മീൻസ് പ്രൊഫഷണൽ ആവാനായിരിക്കും അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. സോ അങ്ങനത്തെ കുട്ടികൾക്ക് എന്താണ് മാസ്റ്റർ ഇൻ AI ടൂൾസ് പോലത്തെ കോഴ്സുകൾ എടുക്കാം. രണ്ടാമത്തേതെന്ന് പറയുമ്പം കുറച്ചും കൂടി നമ്മളിപ്പോൾ പറഞ്ഞു AI ടൂൾസുകൾ പറഞ്ഞു, ChatGPT, ജെമിനി പോലെയുള്ള ടൂൾസുകൾ പറഞ്ഞു. അത് മീൻസ് അങ്ങനെയുള്ള ടൂളുകൾ ഡെവലപ്പ് ചെയ്യാനായിരിക്കും ചില കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. സോ അവർക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കേണ്ടി വരും. സോ അങ്ങനത്തെ കുട്ടികൾ എന്തായിരിക്കണം, അങ്ങനെയുള്ള ടൂൾ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലോട്ടായിരിക്കണം അവരെ ഗൈഡ് ചെയ്യേണ്ടത്. അപ്പം കുട്ടികളുടെ ഒരു നമ്മൾ സാധാരണ ഇപ്പോൾ കോഴ്സ് എഞ്ചിനീയറിംഗ്, മെഡിസിൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ പാഷനും ഇൻട്രസ്റ്റും അനുസരിച്ചായിരിക്കണം നമ്മളിപ്പോൾ എയിലുമുള്ള ഒരു കോഴ്സ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ സാധാരണ കുട്ടികളപ്പോൾ എന്നോട് ചോദിച്ച ഒരാൾ പറഞ്ഞൊരു കാര്യം, അവരെ വീടിൻ്റെ അടുത്തൊരു കോളേജിൽ പുതിയൊരു AI കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പിന്നെ AI കുറിച്ച് പഠിക്കാനും അങ്ങനത്തെ കോഴ്സിനൊക്കെ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള നിലക്കാണ്. പക്ഷേ ഇങ്ങനൊരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു AIയിലൊക്കെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് വേണം എന്നുള്ളത് ശരിക്കും നല്ലൊരു ശതമാനം രക്ഷിതാക്കൾക്കും അറിയാത്തൊരു കാര്യമാണ്. രക്ഷിതാക്കൾക്ക് മാത്രമല്ല, ഇപ്പം കരിയർ ലെവലിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ AIയിൽ പുതിയ കാലത്ത് ഭയങ്കര വിപ്ലവം ഉണ്ടാക്കുന്ന സംഗതിയാണ്, അപ്പോൾ AIയിലുള്ള കരിയറിലേക്കാണ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുമെങ്കിൽ കൂടി ഒരു കൃത്യമായ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ ഇല്ലാതെ ഇതിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് പലർക്കും അറിയില്ല. അതായത് നമ്മളെ ഏരിയനോട് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള AIൻ്റെ കോഴ്സുകളായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ കൊമേഴ്സ് മീൻസ് എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളൊക്കെ എന്താണ് അവർക്ക് കുറച്ചും കൂടി ഡാറ്റ അനലിറ്റിക്സ് വിത്ത് പൈത്തൺ അല്ലെങ്കിൽ AI ടൂൾസിൽ അവരെ മീൻസ് അവരെ വർക്ക് ലൈഫിൽ എങ്ങനെ AI ടൂൾസ് യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി ബെറ്റർ ആക്കാം, അങ്ങനെയുള്ള കോഴ്സുകൾ അവർ AI ടൂൾസ് ഉണ്ടാക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഈ AI ടൂൾസ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിഞ്ഞാൽ മതിയല്ലോ അവർ ചൂസ് ചെയ്യേണ്ടത്. ഇനി കുറച്ചും കൂടി മീൻസ് ഒരു നല്ല മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഈ മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഡൊമൈനിലായിരിക്കും കുട്ടികൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണ്ടത്? മാത്സിൽ +2 പഠിക്കുന്ന ലെവലിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇന്റഗ്രേഷൻ, കാൽക്കുലസിന്റെ ഒരു ഫൗണ്ടേഷൻ ആദ്യം വേണം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങൾ വേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നുന്നു മെട്രിക്സ്, ഡിറ്റർമിനൻസ് കാര്യങ്ങളൊക്കെ, ലീനിയർ ആൾജിബ്രയിലെ കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഓക്കെ, അപ്പം ഇത് ശരിക്കും നല്ലൊരു കോമഡി എന്താ വെച്ചാൽ, ഇപ്പം കുട്ടികൾക്കൊക്കെ കമ്പ്യൂട്ടർ നന്നായിട്ട് ഗെയിം കളിക്കാൻ എൻ്റെ മോനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പാരൻസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന് കുട്ടികളെ ചേർത്താറുണ്ട് പലപ്പോഴും. ഇതേപോലെയാണ് നമ്മളിപ്പോൾ AIയിലേക്ക് വരുന്ന സമയത്തും വരുന്ന സമയത്തും. ഓക്കെ, ഇനിയിപ്പോൾ ഒരു കുട്ടി സീരിയസ് ആയിട്ട് ഇപ്പോൾ AIയിൽ ഇതുപോലെ പിന്നെ ഓപ്പൺ AIൻ്റെ ChatGPT പോലെ അല്ലെങ്കിൽ ജെമിനിയൊക്കെ പോലെ ഒരു AI ടൂൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ നല്ല കോളേജസ് ആണ് ഇന്ത്യയിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുള്ളത്? ഇപ്പോൾ IIT തന്നെ IIT മദ്രാസ് ഡാറ്റ സയൻസിൻ്റെ ഡിപ്ലോമ, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ലെവൽ, പിന്നെ ഡിപ്ലോമ, BS ഡിഗ്രി എന്ന് പറഞ്ഞ കോഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാര്യമായിട്ട് IIT-കളിൽ തന്നെയാണ് ഉള്ളത് തോന്നുന്നു അല്ലേ? ലൈക്ക് ഇപ്പോൾ ഇന്ത്യയിൽ പിന്നെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള IITs ഒക്കെ ഇപ്പം BTech പ്രോഗ്രാം തന്നെ AIയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ JEE അഡ്വാൻസ്ഡ് എഴുതിയിട്ട് നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പോൾ നമുക്ക് നല്ല കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന പോലെ AIയിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ IIT-കളിലുള്ള ഏറ്റവും ബെറ്റർ AI കോഴ്സസ് ജോയിൻ ചെയ്യാമെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. മീൻസ് ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, അവരെ മീൻസ് ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, അത് പാസ്സായി നമുക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ബേസിക് ആയിട്ട് നമ്മൾ IIT മദ്രാസ് സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ കേസിലും. ഓക്കെ, അതല്ലാതെ ഇപ്പോൾ റെഗുലർ കോഴ്സസ് ആണെങ്കിൽ നമുക്ക് JEE മെയിൻസും അഡ്വാൻസ്ഡും എഴുതിയിട്ട് തന്നെ ഒരു സെൻട്രലൈസ്ഡ് കൗൺസിലിങ്ങിലൂടെ തന്നെ പോകേണ്ടതായിട്ട് വരും. പിന്നെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കൺഫ്യൂഷനാണ് ഇപ്പം പിന്നെ AIയിൽ തന്നെ നമ്മളിപ്പം കമ്പ്യൂട്ടർ സയൻസ് യൂസ് ചെയ്യുന്നതാണോ അതോ AIയിൽ സ്പെസിഫിക് ആയിട്ട് പോകുന്നതാണോ ബെറ്റർ എന്നുള്ളത്. ഇപ്പം എഞ്ചിനീയറിംഗിന് തന്നെ പോകാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർ സാധാരണ ചോദിക്കുന്ന ഒരു സംഗതിയാണ് കമ്പ്യൂട്ടർ സയൻസ് ആണോ നല്ലത്, AI ആണോ നല്ലത് എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? കുറച്ചുകൂടി AIനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതായത് ഒരു കോർ ബ്രാഞ്ച് ആയിട്ട് വരുന്നതാണ് കമ്പ്യൂട്ടർ സയൻസ്. നമ്മൾ എവർഗ്രീൻ ബ്രാഞ്ചസ് എന്നൊക്കെ വിളിക്കുന്ന പോലെ AI എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ആയിട്ടാണ് AI. സോ ബെറ്റർ എപ്പോഴും കോർ ബ്രാഞ്ചസ് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളത്. നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സിൽ ഇൻസ്ട്രുമെന്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? ഇപ്പോൾ ഇലക്ട്രോണിക്സിന്റെ ഇലക്ട്രിക്കലിന്റെയും കൂടെ ഒരു പിന്നെ എന്താ ഒരു ഡിറൈവ്ഡ് സംഗതിയായിട്ടാണ് ഇൻസ്ട്രുമെന്റേഷൻ വരുന്നത്. അതേപോലെ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡിറൈവ്
ചെയ്ത് വന്നിട്ടുള്ള ഒരു സംഗതിയാണ് AI എന്നുള്ളതുകൊണ്ട് ഏറ്റവും ബെറ്റർ നമ്മൾ ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോർ ബ്രാഞ്ചിലേക്ക് പോകുക. പിന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം AI-യിലേക്ക് പിന്നീട് പോകുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊരു എനിക്ക് തോന്നുന്നു പാരൻസിനും കുട്ടികൾക്കും പ്രത്യേകിച്ച് കരിയറിലൊക്കെ മെൻറ്റർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതി ആയിരിക്കും എന്നാണ് തോന്നുന്നത്.